പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഷെയ്ത്താൻ മുസ്ലിയാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയവനാണ് നൗഷാദ്, കുരുവട്ടൂർ നൗഷാദ്. അത് നമുക്കൊന്ന് ആദ്യം കേട്ടുവരാം. അല്ല പേരോടൻ മൗലവി, ഷെയ്ത്താൻ മുസ്ലിയാരെ, ബുഹ്താൻ ത്വരീഖത്തിന്റെ പ്രസിഡന്റ്. എന്നാൽ ഇന്ന് ഈ പറയുന്ന നൗഷാദിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ വിളിച്ചതിനുള്ള മറുപടി ഇന്ന് എല്ലാ ജനങ്ങളെ കൊണ്ടും അള്ളാഹു വിളിപ്പിക്കുകയാണ്. ഇന്ന് ഇവൻ അറിയപ്പെടുന്നത് ഇബ്ലീസ് മുസ്ലിയാർ എന്നാണ്. ഇവരുടെ ത്വരീഖത്തിൻ്റെ പേര് ഇബ്ലീസ് ത്വരീഖത്ത് എന്നൊക്കെയാണ് ഇവരെ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, തലക്ക് വെളിവില്ലാത്ത ഇവനിൽപ്പെട്ട ആൾ തന്നെ ഇബ്ലീസിനെയും മടവൂരിനെ നന്നാക്കാൻ കഴിയുമെന്ന് പറഞ്ഞൊരു പാട്ടുപാടി. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അസംബന്ധം പാടുമ്പോൾ ഇസ്ലാം പഠിച്ച ഉസ്താദുമാർ അതിനെ എതിർക്കും, സ്വാഭാവികമായിട്ടും എതിർത്തു. എന്നാൽ ആ എതിർത്തത് AP വിഭാഗത്തിലെ ആളുകളായതുകൊണ്ട് തന്നെ നൗഷാദ് അതാ കിതാബും കെട്ടുമായിട്ട് ഇറങ്ങി. എന്നിട്ട് അതിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയതാ. അവസാനം ഇപ്പം പറഞ്ഞു വരുന്നത് ഇബ്ലീസ് മുസ്ലിം ആകാം എന്നാണ് ഇപ്പം നൗഷാദിൻ്റെ വാദം. അങ്ങനെ ഇപ്പോൾ അവനൊരു പേര് വന്നു, ഇബ്ലീസ് മുസ്ലിയാർ എന്ന്. അവൻ്റെ കൂടാരത്തിന് കിട്ടിയ പേരോ ഇബ്ലീസ് ത്വരീഖത്ത് എന്നും. ഏതായിരുന്നാലും നൗഷാദിന്റെ ആ വാദം നമുക്കൊന്ന് കേട്ടുവരാം. വാദം എന്താണ് നമ്മൾ കൃത്യമാക്കി കൊടുത്തു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ മുസ്ലിം ആവുക എന്നതിനെ സംബന്ധിച്ച് മുഹാലാണ് എന്ന് പറയാൻ പറ്റില്ല. മുഹാലാണെന്ന് പറയാൻ പറ്റില്ല. മുഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്തത്. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയാണ് അവനെ സംബന്ധിച്ചുള്ള നിയമം. അതേ സമയത്ത് സാധ്യത എപ്പോഴും നിലനിൽക്കുകയാണ്. ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ മുസ്ലിമാകാം. അപ്പൊ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് തൗബക്ക് ഇങ്ങനെ അവസരങ്ങൾ കൊടുക്കുന്നത്. മുഹാല് എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ കാര്യം, ഇനി ഒരിക്കലും അത് സംഭവിക്കാൻ പറ്റില്ല, പാടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇബ്ലീസിനെ കുറിച്ച് ഇനി അവൻ മുസ്ലിം ആവില്ല എന്നൊന്നും പറയണ്ട, ചിലപ്പോൾ മുസ്ലിം ആകാം. ഒരു സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ അവൻ മുസ്ലിം ആകുമെന്നാണ് നൗഷാദിൻ്റെ വാദം. ഇതിനൊക്കെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദ് വളരെ കൃത്യമായിട്ട് അതിനെ ഗണ്ണിച്ചുകൊണ്ട് കാര്യം ഏതൊരു കുട്ടിക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ കിതാബ് വെച്ചുകൊണ്ട് തന്നെ ഉസ്താദ് അവറുകൾ അതിന് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് അവനെ അടക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതൊന്നും ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ലാതെ എന്തൊക്കെയോ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണിപ്പോൾ. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദ് വളരെ കൃത്യമായിട്ട് അവൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ എണ്ണിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പെരുന്നാളിൻ്റെ തലേ ദിവസം ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക് നമ്മളൊരു പെരുന്നാൾ സമ്മാനം കൊടുത്തിരുന്നു. ആ സമ്മാനം അവർക്ക് കിട്ടി ബോധിച്ചു, വലിയ സന്തോഷവുമായെന്ന് മനസ്സിലായി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ഒരു സമ്മാനം അവർ തിരിച്ച് നമുക്കും തന്നിട്ടുണ്ട്. ആ സമ്മാനം ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് പറ്റിയ സമ്മാനമല്ലത്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ത്വരീഖത്തുകാരോട് പറയാനുള്ളത്, ആ സമ്മാനം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തന്നെ തിരിച്ചെടുത്ത് കൂട്ടത്തിലുള്ള കുഞ്ഞാടുകൾക്ക് വീതം വെച്ച് കൊടുത്താൽ മതി. എന്താണ് ആ സമ്മാനത്തിലുള്ളത്? ഇബ്ലീസിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുസ്ലിമാക്കണം, എന്നിട്ട് സ്വർഗത്തിൽ കടത്തണം. അത് വിശ്വാസികൾക്ക് ആവശ്യമുണ്ടോ? അത് ഇബ്ലീസ് ത്വരീഖത്തിൻ്റെ ആളുകൾക്കല്ലേ ആവശ്യമുള്ളത്? അവരുടെ നേതാവല്ലേ ഇബ്ലീസ്? ആ ഇബ്ലീസിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടത്താൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് നമുക്കെന്ത് കാര്യമുള്ളത്? എന്തായാലും ആ സമ്മാനം കുരുവട്ടൂർ നൗഷാദ് തന്നെ ആ സമ്മാനത്തിലുള്ളത് എന്താണെന്നൊന്ന് പറയട്ടെ. എന്താ പറയുന്നത്? എന്താണ് അതിൽ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ് ഓ മുഅ്മിനാവൂല. അങ്ങനെ സ്ഥിരപ്പെട്ട ആളുകൾ, അബൂ ലഹബ് പോലെ, ഇബ്ലീസ് പോലെ, എങ്ങനെയുള്ള ആളുകൾ, ഇവരോട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പൊ എന്താണ് നൗഷാദെ നിനക്ക് ഇതിൽ നിന്ന് കിട്ടിയത്? ഇബ്ലീസ് മുസ്ലിം ആകുമെന്നാണോ? തൗബ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണോ? എന്തെങ്കിലും ഒരു തെളിവ് പറയുമ്പോൾ അത് നമ്മുടെ വാദത്തെ സ്ഥാപിക്കാനുള്ള തെളിവായിരിക്കണ്ടേ?
സത്യത്തിൽ ഇവൻ ഈ വായിച്ചത് എൻ്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവാണ്. അതുപോലും ഈ സാധുവിന് മനസ്സിലായില്ല. എന്തൊക്കെയോ വായിക്കുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് ഇബിലീസിനെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടി. എന്താണ് അവൻ പറഞ്ഞത്? ഒന്നുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് അതിൽ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ് ഓ മുഅ്മിനാവൂല. എന്താ പറഞ്ഞത്? അല്ലാഹു തആലയുടെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ് അവൻ മുഅ്മിനാകൂല എന്നത്. എന്നിട്ട് അതിന് ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകും. അങ്ങനെ സ്ഥിരപ്പെട്ട ആളുകൾ അബൂലഹബ് പോലെ, ഇപ്പൊ ഇബ്ലീസ് പോലെ, എങ്ങനെയുള്ള ആളുകൾ? അതെ, അബൂലഹബ് പോലെ, ഇബ്ലീസ് പോലെയുള്ള ആളുകൾ മുഅ്മിനാവുകയില്ല എന്നത് അള്ളാഹുവിന്റെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഇൽമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം പിന്നെ തെറ്റാൻ പറ്റുമോ? അപ്പോൾ അള്ളാഹുവിന് ജഹലുണ്ട് എന്ന് വരില്ലേ? അത് മുഹാലല്ലേ? മുഹാലിലേക്ക് ചേർക്കുന്ന കാര്യവും മുഹാലല്ലേ? എന്തായാലും ബാക്കി കൂടി വായിക്കട്ടെ. എന്നിട്ട് എന്താണ് ശറഹുൽ അഖായിദിൽ പറഞ്ഞത് എന്ന് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അബൂലഹബ് പോലെ, ഇപ്പൊ ഇബ്ലീസ് പോലെ, എങ്ങനെയുള്ള ആളുകൾ? ഇവരോട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. എന്തുകൊണ്ട് തക്ലീഫ് വന്നു പറയുന്നു കേട്ടോളൂ. മഹാനരായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ, ലി കൗനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഈമാൻ കൊണ്ട് കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനായതിനു വേണ്ടി, ആ സംഭവമായതിനു വേണ്ടി, ആ പറഞ്ഞ ഇബ്ലീസ് അടക്കമുള്ളവരുടെ ഈമാൻ ആയതിനു വേണ്ടി, മഖ്ദൂറൻ ലിൽ മുകല്ലഫി ബിന്നദ്രി ഇലാ നഫ്സി. കണ്ടോ നിങ്ങൾ? ഇത് കൽപ്പിക്കപ്പെടുന്ന ആൾക്ക് സാധ്യമാകുന്നതായതുകൊണ്ടാണ് അതുകൊണ്ട് തക്ലീഫ് വന്നത്. അതിൽ വേറെ വരുന്ന സംഭവങ്ങളിലേക്കൊന്നും നോക്കാതെ അതിന്റെ ദാത്തിലേക്ക്, നഫ്സിലേക്ക് നോക്കുമ്പോ അത് സാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് കൽപ്പന വന്നത്. മൂപ്പരൊരു മഖ്ദൂർ എന്നും കണ്ടു, പിന്നെ ഒരു മുക്കല്ലഫ് എന്നും കണ്ടു. എന്നാ പിന്നെ ഇന്നത്തത് അതുകൊണ്ട് ഒപ്പിക്കാമെന്ന് കരുതി വന്നതാണ്. മോനെ നൗഷാദെ, അതൊന്നും ഇവിടെ നടക്കൂല. എന്താ സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ല പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞ അതേ ആശയമാണ്. അത് നീ കൊട്ടക്കണക്കിന് അർത്ഥം വെച്ചു പോയാൽ ജനങ്ങൾക്ക് തിരിയൂല എന്ന് വിചാരിച്ചോ? അതിനല്ലേ ഞങ്ങൾ ഇവിടെ വിശദീകരിക്കാനുള്ളത്. അപ്പോൾ മുംതനി ആയ ഒരു കാര്യം, മുംതനി എന്ന് പറഞ്ഞാൽ മുഹാലി എന്ന് തന്നെ അതിന്റെ അർത്ഥം. അപ്പൊ മുഹാലായ ഒരു കാര്യം എങ്ങനെയാണത് മുഹാലായത്? ബിനാഅൻ അലാ അന്നല്ലാഹ തആല അലിമ ഖിലാഫഹു ഔ അറാദ ഖിലാഫഹു. അല്ലാഹു തആലയുടെ ഇൽമ് അതിനെതിരിലാണ് തഅല്ലുഖായിരിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ ഇറാദത്ത് അതിനെതിരിലാണ് തഅല്ലുഖായിരിക്കുന്നത്. അങ്ങനെയുള്ള മുഹാലായ ഒരു കാര്യം ക ഈമാനിൽ കാഫിരി വ ത്വാഅത്തിൽ ആസി, ഒരു അവിശ്വാസിയുടെ ഈമാൻ പോലെ, അല്ലെങ്കിൽ ഒരു അനുസരണക്കേട് കാണിച്ച, ധിക്കാരം കാണിച്ച് നടന്ന ഒരാള് വഴിപ്പെടുന്നത് പോലെ. ഫലാ നിസാഅ ഫീ വുഖൂഇ തക്ലീഫി ബിഹി, അതുകൊണ്ട് അങ്ങനെയുള്ള മുഹാലുകൊണ്ട് തക്ലീഫ് ചെയ്യൽ സംഭവിക്കുന്നതാണ് എന്നതിൽ തർക്കമേയില്ല. ഇനി ഇൽമ്, തഅല്ലുഖ്, തക്ലീഫ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാകാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം ഒരു ഉദാഹരണ സഹിതം. ഇപ്പൊ അബൂലഹബ് മുസ്ലിം ആവുകയില്ല എന്നത് മുഹാലായിരുന്നു. എന്തുകൊണ്ടാണ് അത് മുഹാലായത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു, സയസ്ലാ നാറൻ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. അപ്പൊ അല്ലാഹു തആലയ്ക്ക് അറിയാം അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. അതുകൊണ്ടാണ് അബൂലഹബ് മുഅ്മിനാകൽ മുഹാലായത്. തിരിഞ്ഞോ? അബൂലഹബ് എങ്ങാനും മുസ്ലിം ആയിരുന്നെങ്കിൽ അല്ലാഹു തആല ആ പറഞ്ഞത് പൊളിയും. അവൻ അറിവില്ല എന്ന് വരും, അവനിൽ ജഹ്ല് സംഭവിക്കും. അത് മുഹാലാണ്. ഇതുപോലെ തന്നെയാണ് ഇബ്ലീസിന്റെ കാര്യവും. അങ്ങനെയുള്ള മുഹാല് കൊണ്ട് തക്ലീഫ് ചെയ്യൽ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല എന്നാണ് മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ മുഹാല് തന്നെയാണ്. ഉദാഹരണം പറഞ്ഞത് ഒരു കാഫിറിന്റെ ഈമാൻ പോലെ എന്നാണ്. നമ്മൾ കാഫിറിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവാണല്ലോ ഇബ്ലീസ്. അവന്റെ ഈമാൻ പോലെ. അല്ലാഹു തആലയ്ക്ക് അറിയാം അവൻ മുഅ്മിനാവുകയില്ല എന്ന്. എന്നിട്ട് പിന്നെ അവൻ വായിച്ചത് അവന് പറ്റുമെന്ന് തോന്നിയൊരു ഭാഗമാണ്. ലി കൗനിഹി, ആ മുഹാലായതിനു വേണ്ടി, മഖ്ദൂറൻ ലിൽ മുകല്ലഫി,
മുക്കല്ലഫായ ഒരാൾക്ക് കഴിവാക്കപ്പെട്ടതായതിനു വേണ്ടി ബിൻ നളിരി ഇലാ നഫ്സിഹി, അതിൻ്റെ നഫ്സിലേക്ക് നോക്കലുകൊണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവരോടൊക്കെ തക്ലീഫുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യഭൂത വർഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ ഇബ്ലീസ് അടക്കമുള്ള സകല ജിന്നുകളെയും ശൈത്വാന്മാരെയും മനുഷ്യരെയും ഒക്കെ പടച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആ ആരാധന കൊണ്ട് അള്ളാഹു തക്ലീഫ് ചെയ്യുന്നുണ്ട്. ആ തക്ലീഫ് മനുഷ്യഭൂത വർഗങ്ങൾക്കൊക്കെ കഴിവുള്ള കാര്യവുമാണ്. പക്ഷേ ആ കഴിവുള്ള കാര്യം എങ്ങനെയാണ് അസംഭവ്യമായത്? അത് അള്ളാഹു തആലയുടെ അറിവാണ്, അവന്റെ ഇറാദത്താണ്, അവന്റെ അറിയിക്കലാണ്. ഇതൊക്കെ ആരോട് പറയാനാണ്? കിട്ടിയ ഒരു തെളിവായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് തന്നെയാണ് പിന്നെ പറയുന്ന 4 കാര്യത്തിലുമുള്ള കാര്യങ്ങൾ. സാധാരണഗതിയിൽ അടിമയിൽ നിന്ന് സാധ്യമാകുന്നത് മുഹാലിന്റെ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയാണ്. അടിമക്കത് സാധിക്കും. ലാക്കിൻ ഖദ് സബഖ ഇൽമുല്ലാഹി തആല വ ഇറാദത്തുഹു ബി അന്നഹു ലാ യസ്തുറു മിൻഹു. അത് അവനിൽ നിന്ന് അത് ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ ഇൽമിൽ നേരത്തെ മുന്തിപ്പോയിട്ടുണ്ട്. വളരെ കൃത്യല്ലേ? ഒരടിമയ്ക്ക് അത് സാധിക്കും, പക്ഷേ അവനിൽ നിന്ന് അത് ഉണ്ടാവൂല എന്ന അള്ളാഹുവിന്റെ ഇൽമ് നേരത്തെ തന്നെ മുന്തിയതാണ്. അള്ളാന്റെ ഇൽമ് മുന്തിയ പിന്നെ അവനിൽ നിന്ന് അത് ഉണ്ടാകുമോ? അതിന് ഉദാഹരണം ആരെയാ പറയുന്നത്? അബൂജഹലിന്റെ ഈമാൻ പോലെ, ഇബ്ലീസിന്റെ ഈമാൻ പോലെ. കണ്ടോ, ഇബ്ലീസിന്റെ ഈമാൻ പോലെ. അപ്പൊ ഇബ്ലീസിന്റെ ഈമാൻ സംഭവിക്കുകയില്ല എന്നത് അള്ളാഹുവിന്റെ ഇൽമു മുൻകടന്നതാണ്. ഇനി അത് സംഭവിക്കൽ മുഹാലാണ്. ഇതെന്താണ് ഈ ചങ്ങാതിക്ക് തിരിയാത്തത്? ഇവിടെ അയാൾ തന്നെ വായിച്ചിട്ട് അർത്ഥം പറയാണ്, അള്ളാഹുവിന്റെ ഇൽമു മുൻകടന്നത് കൊണ്ട് ഇബ്ലീസിനെ പോലെയുള്ളവരുടെ ഈമാൻ സംഭവിക്കുകയില്ല എന്ന്. ഇനി എന്തിനാ നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് തന്നെ? ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, ഇതുകൊണ്ട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ എല്ലാവരും ഒറ്റക്കെട്ടായ അഭിപ്രായം പറഞ്ഞു. അതുകൂടി പറയുന്നുണ്ട് മൂപ്പര് വായിച്ചിട്ട്. അഥവാ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, അത്തരത്തിലുള്ള മുഹാല് കൊണ്ട് തക്ലീഫ് ചെയ്യൽ സംഭവിക്കുന്നതാണ് എന്ന വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു എന്ന് വരെ നൗഷാദ് വായിക്കുകയാണ്. എന്നിട്ടും ഈ ചങ്ങാതിക്ക് അത് തിരിയുന്നില്ലല്ലോ. എന്നിട്ട് ഇത് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇയാൾക്ക് ഇമാം ഷഅറാനി റഹിമഹുള്ളയുടെ കിതാബ് പറഞ്ഞു കൊടുത്തപ്പോഴൊക്കെ ദുർവ്യാഖ്യാനിച്ചു. ഏതെല്ലാം കോലത്തിൽ ദുർവ്യാഖ്യാനിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അവസാനം ഞാൻ മഹാനവറുകളുടെ ഒരു കിതാബ് അൽ മൻഹജുൽ മുത്തഹർ എന്ന ഒരു കിതാബ് വായിച്ച് വ്യക്തമായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുത്തു. എങ്കിലെങ്കിലും തലയിലേക്ക് കയറട്ടെ. പക്ഷെ എങ്ങനെ കയറാനാണ്? ഈ കിബ്ർ എന്ന് പറഞ്ഞ സാധനം ബത്തുറുൽ ഹഖ് വ ഗംതുന്നാസ്, സത്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുക, ജനങ്ങളെ നിസാരപ്പെടുത്തുക, ഈ രണ്ടും ഈ ചങ്ങാതിമാരിലില്ലേ? എന്നെ കാണുന്നവരൊന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കിതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. മഹാന്മാരായ ഉസ്താദുമാർ, ഈ ഉസ്താദുമാരല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ അവരെ അവഹേളിച്ചുകൊണ്ട് പരസ്യമായി തെറി വിളിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അതിനൊക്കെയുള്ള തിക്തഫലം നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഈ നൗഷാദൊക്കെ. നമ്മൾ ഫിർഔൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. മൂസാ നബിൻ്റെയും മറ്റുമൊക്കെ കാലത്തുള്ള ആളുകളുടെ ചരിത്രം പഠിക്കാറ്. എന്തിനാണ് പഠിക്കുന്നത്? നമുക്ക് അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ്. ഇതുപോലെയാണ് ഇപ്പോൾ നൗഷാദിൻ്റെ അവസ്ഥ. ഇവൻ്റെ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ്? നമുക്കതിൽ നിന്നൊക്കെ ഒരു പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഇപ്പോൾ ഉസ്താദുമാരെ ഇങ്ങനെ തെറി വിളിച്ച ഇതേ വ്യക്തിക്ക് ഇതേ ദുനിയാവിൽ വെച്ചുകൊണ്ട് 1-2 മാസങ്ങൾ ഇങ്ങോട്ട് കഴിയുമ്പോഴേക്കും അതേ ആള് അതേ വ്യക്തിയെ ലോകത്ത് എല്ലാ ആളുകളും വിളിക്കുന്നതോ ശൈത്താൻ മുസ്ലിയാരെ, ഇബ്ലീസ് മുസ്ലിയാരെ എന്നൊക്കെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ അവൻ തെറി വിളിച്ചപ്പോൾ എല്ലാ ആളുകളെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തെറി വിളിപ്പിച്ചു. അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏതായിരുന്നാലും അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ പാന്താവിലേക്ക് അവനെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന് തൗഫീഖ് കൊടുത്തിട്ടില്ലെങ്കിലും ഈ പറയുന്ന നൗഷാദിന് തൗബയുടെ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്.